അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1470, സൂറത്തുൻ നഹൽ 98 മുതൽ 102 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. إنه ليس له سلطان على الذين آمنوا وعلى ربهم يتوكلون. إنما سلطانه على الذين يتولونه والذين هم به مشركون. وإذا بدلنا آية مكان آية والله أعلم بما ينزل قالوا إنما أنت مفتر بل أكثرهم لا يعلمون. قل نزله روح القدس من ربك بالحق ليثبت الذين آمنوا وهدى وبشرى للمسلمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. فإذا قرأت القرآن, അതുകൊണ്ട് നബിയെ അങ്ങ് ഖുർആൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട പിശാചിനെ തൊട്ട്, അവന്റെ ശല്യത്തെ തൊട്ട് അള്ളാഹുവോട് കാവല് തേടണം. ഇന്നഹു നിശ്ചയം അവൻ, അല്ലെങ്കിൽ ഇന്നഹു നിശ്ചയം കാര്യം, ലൈസലഹു സുൽത്താനുൻ അവന് അധികാരമില്ല, അലല്ലദീന ആമനു സത്യവിശ്വാസികളുടെ മേൽ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ അവരുടെ നാഥന്റെ മേലിൽ മാത്രം പരമേൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മേലിലൊന്നും പിശാചിന് അധികാരമില്ല. ഇന്നമാ സുൽത്താനുഹു നിശ്ചയം അവന് അധികാരമുള്ളത് അലല്ലദീന യതവല്ലൗനഹു അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെ മേലിൽ മാത്രമാണ്. വല്ലദീനഹും ബിഹി മുശ്രിക്കൂൻ അവൻ കാരണമായി അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരുടെയും മേലിൽ മാത്രമാണ് അവൻ അധികാരമുള്ളത്. വൈദാ ബദ്ദൽന ആയത്തൻ മക്കാന ആയത്തിൻ, ഒരു ഖുർആനിക സൂക്തത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു സൂക്തം നാം പകരമാക്കിയാൽ, വല്ലാഹു അഅലമു ബിമാ യുനസ്സിലു അള്ളാഹു ഏതാണ് അവതരിപ്പിക്കുന്ന ആയത്തുകളെന്ന് അള്ളാഹുവിനറിയാം. ഖാലു അങ്ങനെ പകരമാക്കിയാൽ അവര് പറയും, ഇന്നമാ അൻത മുഫ്തർ മുഹമ്മദ് നബിയെ നിശ്ചയം നിങ്ങൾ സ്വയം നിർമ്മിച്ചുണ്ടാക്കി പറയുന്നയാളാണ് എന്ന് പറയും. ബൽ അക്സറുഹും ലാ യഅലമൂൻ എന്നാൽ അവരിൽ അധിക ആളുകളും യാഥാർത്ഥ്യം അറിയുന്നവരല്ല. ഖുൽ നബിയെ തങ്ങൾ പറയൂ, നസ്സലഹു ഈ ഖുർആനിനെ അവതരിപ്പിച്ചത് റൂഹുൽ ഖുദ്സി പരിശുദ്ധാത്മാവാണ്, മിർ റബ്ബിക തങ്ങളുടെ നാഥനിൽ നിന്ന്, ബിൽ ഹഖ് സത്യസമേതം, ലിയുസബ്ബിതല്ലദീന ആമനു സത്യവിശ്വാസികളെ ശരിയായ റൂട്ടിൽ സ്ഥിരപ്പെടുത്തി നിർത്താൻ വേണ്ടി, വഹുദൻ മാർഗദർശനമായിട്ടും, വബുശ്റാ ലിൽ മുസ്ലിമീൻ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സന്തോഷവാർത്തയായ നിലക്കും ഈ ഖുർആനിനെ തങ്ങളുടെ നാഥനായ അള്ളാഹുവിൽ നിന്ന് ശരിയായ വിധത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന പരിശുദ്ധാത്മാവ് അവതരിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം വകയായി ഒന്നും പറയുന്നില്ല എന്നർത്ഥം. ബഹുമാനപ്പെട്ട ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ചില സൂക്തങ്ങളിൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും അതേപോലെ സൽപ്രവർത്തനങ്ങൾ ശരിയായി നടത്തുകയും ചെയ്ത് മുന്നോട്ടു പോയാൽ അല്ലാഹു തആല ഏറ്റവും നല്ല ജീവിതം നൽകുമെന്ന് സൂചിപ്പിച്ചിരുന്നുവല്ലോ, അല്ലേ? മൻ അമില സാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാത്തൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞല്ലോ. അപ്പോ ഏറ്റവും നന്നായി ജീവിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല പ്രതിഫലം നൽകും എന്ന് പറഞ്ഞപ്പോ, ആ നല്ല പ്രതിഫലം ലഭിക്കാൻ ആവശ്യമായ വിധത്തിൽ പ്രവർത്തനത്തെ ക്രമീകരിക്കുന്നതിനും ആ വിധത്തിൽ തന്നെ പ്രവർത്തനം നടപ്പാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ചില ആത്മീയമായ അറിവുകൾ അല്ലെങ്കിൽ ചില പെരുമാറ്റച്ചട്ടങ്ങൾ, ചില നടപടികൾ ആണ് അല്ലാഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന്.
ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ലമ്മാ ഖാല ഖബ്ല ഹാദിഹിൽ ആയ, ഇതിനു മുമ്പ് അല്ലാഹു പറഞ്ഞു വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ എന്ന് പറഞ്ഞപ്പോൾ അർശദ ഇലൽ അമലില്ലദീ ബിഹി തഖ്ലുസു അഅമാലുഹു അനിൽ വസാവിസി. നമ്മുടെ പ്രവർത്തനങ്ങൾ പൈശാചിക ദുർബോധനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല കുറ്റമറ്റ രീതിയിലായി തീരുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ അല്ലാഹു തആല വഴി പറഞ്ഞു തരികയാണ്. ഫഖാല, ആ വഴി എന്താ? അല്ലാഹു പറഞ്ഞു, ഫൈദാ ഖറഅത്തൽ ഖുർആന, തങ്ങൾ ഖുർആൻ ഓതാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിന്റെ ശല്യത്തെ തൊട്ട് അല്ലാഹുവോട് കാവൽ തേടണം എന്ന്. എന്താണ് ആ പറഞ്ഞത്? നമ്മൾ ഏതൊരു അമല് ചെയ്യുമ്പോഴും ഏതൊരു സുഹൃതം നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ആ സുഹൃതത്തിന്റെ മാറ്റു കുറക്കാൻ, അതിന്റെ പരമാവധി അത് തെറ്റായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ ഈ സൽപ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അതിന് അപകടം വരുത്തുന്നതോ അതിന്റെ സൗന്ദര്യം കുറക്കുന്നതോ ആയിട്ടുള്ള എററുകൾ ഉണ്ടാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു വല്ലാത്ത ശൈലിയുമായി പിശാച് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. പിശാചിന് വലിയ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇന്ന ശൈത്താന യജ്രീബിൻ ഇബ്നി ആദമ മജ്റദ്ദമീന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിശാച് മനുഷ്യ ശരീരത്തിൽ നിന്ന് ബ്ലഡ് സർക്കുലേഷൻ ഉള്ള ഭാഗത്തുകൂടൊക്കെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരിക വശങ്ങളിൽ നമുക്ക് പോലും അറിയാത്ത വിധത്തിലുള്ള പ്രദേശങ്ങളിലൂടെ, സങ്കീർണമായ സ്ഥലങ്ങളിലൂടെ പോലും സഞ്ചരിക്കാൻ അവസരമുള്ളവനാണ് പിശാച്. അതുകൊണ്ട് തന്നെ ആ പിശാച് നമ്മളെ വഴി തെറ്റിക്കാൻ, നന്മയിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കാൻ, പരമാവധി നന്മ ചെയ്യണമെന്ന് മാനസികമായി താൽപര്യവും അഭിനിവേശവും ഉള്ള ആളുകളെപ്പോലും ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ വിശുദ്ധിയിൽ നിന്ന് മാറ്റാനും അതിന്റെ മഹത്വം കുറക്കാനും എന്തു ചെയ്യാൻ പറ്റും എന്ന അതിശക്തമായിട്ടുള്ള ആലോചനയിലാണ് പിശാച് എല്ലാ സമയത്തും കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നമ്മുടെ കടുത്ത വിരോധിയും കഠിന ശത്രുവുമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ പ്രവർത്തനങ്ങളിൽ അവന്റേതായിട്ടുള്ള ദുസ്വാധീനം കടന്നു വരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ശ്രദ്ധയും എല്ലാ വിശ്വാസികളുടെയും ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നർത്ഥം. അതായത് സൽക്കർമ്മം പ്രവർത്തിക്കുകയും അതേപോലെ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല ജീവിതം കൈവരുകയും ചെയ്യണമെങ്കിൽ എന്തു വേണം? ആ നല്ല ജീവിതത്തിന് പറ്റും വിധത്തിൽ ഈ സൽക്കർമ്മത്തെ കുറ്റമറ്റ രീതിയിലും വിശുദ്ധമായ അവസ്ഥയിലും നിലനിർത്താൻ സാധിക്കണ്ടേ? അപ്പൊ അതിന് തടസ്സം നിൽക്കുന്നവനാണ് പിശാച് എന്ന് മനസ്സിലാക്കി നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും അതേപോലെ മറ്റ് ഏതു സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും അല്ലാഹു ആകുന്ന യജമാനന്റെ താൽപര്യത്തിനും ഇഷ്ടത്തിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ തടയാനും, അഥവാ വല്ല പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അത് പരമാവധി അതിന്റെ ക്ലാരിറ്റിയും അതേപോലെ തന്നെ ക്വാളിറ്റിയും ഒക്കെ പരമാവധി നശിപ്പിക്കാനും ശ്രമിക്കുന്ന പൈശാചിക ദുർബോധത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ആ മഹാനവകൾ തഫ്സീറിൽ തുടക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ ഭാഗത്ത് വിശദീകരിച്ച് നമുക്ക് കാണാം. മഹാനവകളോട് പറയുന്നുണ്ട്, ഇമാം റാസി റളിയല്ലാഹു അൻഹു സമാനമായിട്ടുള്ള നിരീക്ഷണം നടത്തിയത് നമുക്ക് കാണാം. എന്താണ്? വഖദ് അഖ്സമ ലിൽ വാലിദി, ഇബ്നു കസീർ പറയാണ്, വഖദ് അഖ്സമ ലിൽ വാലിദി, നമ്മുടെ എല്ലാവരുടെയും ഉപ്പയായ ആദം നബി അലൈഹി ഇസ്ലാമിന് പിശാച് സത്യം ചെയ്ത് പറഞ്ഞു കൊടുത്തു. എന്ത്? ഇന്നഹു ലമിനൻ നാസിഹിൻ, നിശ്ചയം ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് എന്ന്. അല്ലേ? സ്വർഗത്തിൽ നിന്ന് പുറത്തു പോരുന്നതുമായി ബന്ധപ്പെട്ട ഇഷ്യൂവിൽ ആ മരത്തോട് അടുക്കരുത് എന്ന് അള്ളാഹു നിർദ്ദേശിച്ചു. പക്ഷേ പിശാച് എന്ത് ചെയ്തു? പിശാച് ഹവ്വാ ബീവിയുടെ അടുത്ത് ചെന്നിട്ട് വസ്വാസ് ഉണ്ടാക്കി. എന്ത് പറഞ്ഞാ വസ്വാസ് ഉണ്ടാക്കണത്? ഞാൻ നിങ്ങൾക്ക് കാലാകാലം ഇവിടെ താമസിക്കാൻ സഹായകമായ ഒരു മരം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അലം അതുല്ലുക്കും, ഞാൻ നിങ്ങൾക്ക്
ശാശ്വതമായി ഇവിടെ താമസിക്കാൻ നിങ്ങൾക്ക് യോഗ്യത നേടിത്തരുന്ന ഒരു മരണ്ട്, ആ മരത്തിൽ നിന്ന് പഴം തിന്നാൽ ഇവിടെ കാലാകാലങ്ങൾക്ക് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് പിശാച് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, നിങ്ങളെ ഗുണത്തിനു വേണ്ടി പറയാണ്, വേണമെങ്കിൽ മതി കേട്ടോ, ഇത് എനിക്ക് താല്പര്യത്തിനല്ല, നിങ്ങളുടെ നന്മക്കാ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആണയിട്ട് പറഞ്ഞു പിശാച് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലേ, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗം ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഫവസ്വസ ഇലൈഹി ശൈത്താൻ, ആദം നബി അലൈഹിസ്സലാമിലേക്ക് പിശാച് ദുർബോധനം നടത്തി. അതായത് ഖാല യാ ആദമു ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വ മുൽകിൻ ലാ യബ്ലാ, അവൻ പറഞ്ഞു ആദം നബി അലൈഹിസ്സലാമിനോട്, നിങ്ങൾക്ക് ഞാൻ കാലാകാലം ഇവിടെ താമസിക്കാൻ നിങ്ങൾക്ക് യോഗ്യത തരുന്ന ഒരു മരത്തെപ്പറ്റി അറിയിച്ചു തരട്ടെയോ, ഒരിക്കലും തീർന്നു പോകാത്ത അധികാരം നിങ്ങൾക്കിവിടെ ഉറപ്പിക്കാൻ ആവശ്യമായ സംവിധാനം പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹയുടെ 120-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞത്. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ആ മരത്തോട് അടുക്കരുത്, അന്ന് തിന്നരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ശജറത്തി ഇല്ലാ അൻ തകൂനാ മലക്കൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ, നിങ്ങൾ മാലാഖമാരുടെ കൂട്ടത്തിൽ പെടുക അല്ലെങ്കിൽ ശാശ്വതമായി ഇവിടെ കഴിയേണ്ടി വരിക, ഇത്തരത്തിലുള്ള സംഗതികൾ വരാതിരിക്കാനാണ് അല്ലാഹു തആല മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ആ മരത്തിൽ നിന്നൊരു പഴം പറിച്ച് തിന്നാൽ അതോടുകൂടെ നിങ്ങൾക്കിവിടെ കാലാകാലം താമസിക്കാനുള്ള ഒരു വലിയ സൗഭാഗ്യം കടന്നു വരും എന്നവൻ പറഞ്ഞു. എന്നിട്ട് സൂറത്തുൽ അഅറാഫിന്റെ 21-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. വഖാസമഹുമാ, ആദം നബി അലൈഹി ഇസ്ലാമിനോടും ഹവ്വാ ബീവിയോടും പിശാച് സത്യം ചെയ്തു പറഞ്ഞു, എന്ത്? ഇന്നി, നിശ്ചയം ഞാൻ, ലക്കുമാ നിങ്ങൾക്ക് രണ്ടുപേർക്കും, ലമിനൻ നാസിഹീൻ, ഗുണം ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. അതായത് ആ മരത്തിൽ നിന്ന് നിങ്ങൾ പഴം പറിച്ച് തിന്നാൽ നിങ്ങൾക്കിനി ഇവിടുന്ന് ഒരിക്കലും പുറത്തു പോകേണ്ടി വരില്ല. അപ്പൊ എപ്പോഴെങ്കിലും ഇവിടുന്ന് പുറത്താക്കണമെങ്കിൽ അതിനൊരു അവസരം ഉണ്ടാക്കാനാണ് അള്ളാഹു അതിന് തിന്നരുത് എന്ന് പറഞ്ഞത് എന്ന് വസ്വാസ് ഉണ്ടാക്കി. നോക്കൂ, അവിടെ പിശാചിന്റെ പ്രയോഗമാണ് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ പറയുന്നത്. എന്ത്? അഖസമലിൽ വാലിദി, പിതാവിനോട് അഥവാ നമ്മുടെ ഉപ്പയായ ആദം നബി അലൈഹി ഇസ്ലാമിനോട്, വഖദ് അഖസമലിൽ വാലിദി, ഉപ്പയായ ആദം നബി അലൈഹി ഇസ്ലാമിനോട് അവൻ ആണയിട്ട് പറഞ്ഞു, എന്ത്? ഇന്നഹു ലമിനൻ നാസിഹീൻ, നിശ്ചയം അവൻ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ഗുണകാംക്ഷികളിൽപ്പെട്ടയാളാണ്, നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞതാണ്, നിങ്ങൾ കാലാകാലം സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറയാണ്, വേണമെങ്കിൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തത്? പിശാച് ആദം നബി അലൈഹി ഇസ്ലാമിനെ പറ്റിച്ചത്. അപ്പൊ വഖദ് അഖ്സമലിൽ വാലിദി ഇന്നഹു ലമിനൻ നാസിഹീൻ, ഗുണകാംക്ഷികളിൽപ്പെട്ട ആളാണ് എന്ന് ആണയിട്ട് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞത് വക്കദിബാവൻ, നുണ പറഞ്ഞതായിരുന്നു. അപ്പൊ നുണ പറയുമ്പോൾ ആ പിശാച് ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞിട്ടാണ് ആ നുണ പറഞ്ഞത് ആദം നബി അലൈഹി ഇസ്ലാമിനോട്. എന്നാൽ ഫകൈഫ മുആമലതുഹു ലനാ, ആ പിശാചിന് നമ്മളോടുള്ള ബന്ധം എങ്ങനെയായിരിക്കും, നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? വഖദ് ഖാല, അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. അല്ലാഹുവേ, നിന്റെ മഹത്വം മുൻനിർത്തി ഞാൻ പറയുന്നു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെ മുഴുവനും വഴിതെറ്റിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഞാൻ സജീവമായിട്ട് നടത്തുന്നു. അപ്പൊ ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഇவ்விதം പറ്റിക്കൽ നടത്തിയെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ പറ്റിക്കുമെന്ന് പറഞ്ഞ നമ്മളെ പറ്റിക്കുന്നത് ഒന്നൊന്നര പറ്റിക്കലായിരിക്കില്ലേ? അപ്പൊ എല്ലാ സമയത്തും പിശാചിനെതിരെ അതിശക്തമായ ജാഗ്രതയുടെ ശൈലി മാത്രമേ ഒരു മനുഷ്യന് സ്വീകരിക്കാനാവൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾക്ക് സൽക്കർമ്മം ചെയ്തും അതേപോലെ തന്നെ നല്ല വിശ്വാസം പുലർത്തിയുമൊക്കെ നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ അള്ളുവെക്കാനും പാരപണിയാനും വരുന്ന പിശാചിന്റെ കുതന്ത്രങ്ങളെ മനസ്സിലാക്കി അത് പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം.
അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് നിങ്ങൾ ഫൈദാ ഖറഅത്തൽ ഖുർആൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പിശാചിന്റെ ശല്യത്തെ തൊട്ട് അള്ളാഹുവോട് കാവൽ തേടണം എന്ന്. നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിരന്തരം നിലനിർത്തേണ്ട ഒരു സംഗതിയാണ്. കാരണം മനുഷ്യന്റെ നന്മ മുടക്കുക എന്നതാണ് പിശാചിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് അവൻ സ്വീകരിക്കുന്ന മാർഗങ്ങൾ പക്ഷെ പലതാണ്. കാരണം പിശാച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ ഏതെങ്കിലും ഒരു വഴിയിലൂടെ മാത്രം നടത്തി നിർത്തില്ല. സുമ്മല ആത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ. പല ഭാഗത്തുകൂടെ ചെന്നിട്ട് ഞാൻ വഴിതെറ്റിക്കാൻ നോക്കും. ചിലപ്പോൾ എന്റെ ആ ഓപ്പറേഷൻ പരാജയപ്പെടും. എങ്കിൽ ഞാൻ നിരാശനായി മാറുകയില്ല, മറിച്ച് ഞാൻ ഇടഭാഗത്തുകൂടെ ചെല്ലും. എന്ന് പറഞ്ഞാൽ കുതന്ത്രത്തിന്റെ മറ്റൊരു വഴി ഞാൻ സ്വീകരിക്കുമെന്നർത്ഥം. വേറൊരു വെർഷനുമായിട്ട് ഞാൻ വരും. രണ്ടാമത്തെ റൂട്ട് വിജയിച്ചാൽ ഓക്കെ, ഇനി വിജയിച്ചില്ലെങ്കിൽ നിരാശനായി മാറി നിൽക്കുന്നതിന് പകരം പുറകിലൂടെ, അതും പരാജയപ്പെട്ടാൽ മുന്നിലൂടെ. അങ്ങനെ ഞാൻ എണ്ണയിട്ട യന്ത്രം കണക്കെ ഈ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളെ ശരിയിൽ നിന്നും നന്മയിൽ നിന്നും അകറ്റുക എന്ന എന്റെ ഗൂഢലക്ഷ്യത്തോടുകൂടെ നിരന്തരം ഞാൻ പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ് പിശാച് നമ്മളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഏതൊരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോകുമ്പോഴും ആ പ്രവർത്തനത്തിന് അള്ളുവെക്കാനും അതിന്റെ മഹത്വം നശിപ്പിക്കാനും പിശാച് അവന്റേതായിട്ടുള്ള കുതന്ത്രങ്ങളുമായി കൂടെയുണ്ട് എന്ന വസ്തുത തിരിച്ചറിയണം. അപ്പൊ ഖുർആൻ പാരായണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ്. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പ്രവൃത്തിയായിട്ടാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ഖുർആൻ പാരായണത്തെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ പ്രൗഢിയും മഹത്വവും നശിപ്പിക്കാൻ പിശാചിന്റെ പരിശ്രമം ഇല്ലാതിരിക്കാൻ നിങ്ങളെന്ത് വേണം? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണം. അപ്പൊ അങ്ങനെ ചൊല്ലിയാൽ പിന്നെ പിശാചിന് അവിടെ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകും, അവിടെ വലിയ പ്രയാസമുണ്ടാകും അവന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അഊദു ഓതൽ മാത്രമല്ല, ഏതു സന്ദർഭത്തിലും നമ്മൾ പിശാചിൽ നിന്ന് കാവല് തേടിയാൽ അവിടെ പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതിന് അവന് കടുത്ത പരിമിതി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിലപാട്. അപ്പൊ അതുകൊണ്ട് തന്നെയല്ലേ ഹദീസിൽ കാണാം, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്, രണ്ടുപേര് തമ്മിൽ ഭയങ്കര കുഴപ്പവും ലഹളയും ഉണ്ടാകുന്നു. അവർ സംസാരിക്കുന്നതും ഷണ്ട കൂടുന്നതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അങ്ങനെ അവരുടെ ദേഷ്യമൊക്കെ ഇങ്ങനെ കടുത്ത് ഇങ്ങനെയുള്ള പരസ്പരം വഴക്കും വെക്കാണൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ എന്താവും, ഭയങ്കര ദേഷ്യത്തിലേക്കും ഗൌരവത്തിലേക്കൊക്കെ നീങ്ങും. അങ്ങനെ ഗൌരവതരമായ വിധത്തിൽ ദേഷ്യത്തിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയം, വാസ്തവത്തിൽ നമ്മൾ ദേഷ്യപ്പെടുന്ന സമയം നമ്മിൽ അടുത്ത മറ്റൊരാളായിട്ട് അകത്തുനിന്ന് ആര് പ്രവർത്തിക്കുന്നുണ്ടാവുന്നതാണ്? പിശാച് പ്രവർത്തിക്കുന്നുണ്ടാവുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിശാചിൽ നിന്നാണ് ദേഷ്യം, പിശാചാണ് സ്പോൺസർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ലഹള കൂടുന്നത് കണ്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലഅലമു ശൈഅൻ ലൗ ഖാലഹു ദഹബ അൻഹു മാ യജിദു തഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എനിക്കൊരു വാക്കറിയാം, ഒരു മന്ത്രമറിയാം. ആ മന്ത്രം ഇപ്പോൾ അയാൾ ഉരുവിട്ടാൽ അയാളിൽ ഇപ്പോഴുള്ള ഈ അസ്വസ്ഥത അങ്ങ് നീങ്ങി കിട്ടും. അതായത് ദേഷ്യം വന്ന് പിശാചിന് വശംവദനായി നിൽക്കുന്ന ആ ദയനീയമായ സാഹചര്യം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളെ സംബന്ധിച്ചിടത്തോളം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയാൽ അതോടുകൂടെ പിശാചിന്റെ നിലവിലുള്ള പാരക്ക് ഒരു വല്ലാത്ത തടസ്സമായി അത് വരും. അങ്ങനെയുണ്ടേ. അതായത് ഇപ്പൊ ഇബ്ലീസിനെ സംബന്ധിച്ചോളം പിശാചിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും അവരുടേതായിട്ടുള്ള ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. ആ പെരുമാറ്റച്ചട്ടം അവരും ലംഘിക്കില്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ അഊദു ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് ചൊല്ലിയിട്ട് പ്രവേശിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? കാരണം പിശാചുക്കളുടെ ആവാസ സ്ഥലമാണ്, അവർക്ക് അക്കമഡേഷൻ നൽകിയ സ്ഥലമാണത്. അപ്പൊ അത് ചൊല്ലിയിട്ട്, ഈ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ പ്രവേശിച്ചാൽ പിശാചിന് പിന്നെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ നോക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ആത്മീയ കർട്ടൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ്
ആ കർട്ടനും മാറ്റി ഒളിഞ്ഞു നോക്കുക എന്ന ദുസ്വഭാവം ആര് കാണിക്കില്ല എന്ന് പിശാച് കാണിക്കില്ല. അതായത് ഒരു പെരുമാറ്റച്ചട്ടത്തിനും വഴങ്ങാത്ത എന്തും ചെയ്യാൻ പാകത്തിലുള്ളവരാണ് ഈ മനുഷ്യന്മാരെന്നപ്പോ ഇത് മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. മനസ്സിലായോ? ഉണ്ടല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ബിസ്മി ചൊല്ലണം എന്ന് മുത്തുനബി പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയ പിന്നെ എന്ത് ചെയ്യില്ല, പിശാചയിലേക്ക് അടുക്കൂല. അതായത് ബിസ്മി ചൊല്ലിയ ഭക്ഷണത്തിലേക്ക് വരാൻ ആർക്ക് സാധിക്കില്ല? പിശാചിന് സാധിക്കില്ല. അപ്പൊ അവരുടെ പെരുമാറ്റച്ചട്ടം അവരെന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നർത്ഥം. ഒരു പെരുമാറ്റച്ചട്ടത്തിനും വഴങ്ങാത്തവരായി എന്ത് തോന്നുന്നതും ചെയ്യുന്നവരായി വാസ്തവത്തിൽ മനുഷ്യരായ നമ്മളാണ് അധപ്പതിക്കുന്നത് എന്നുകൂടി നമുക്കിവിടെ മനസ്സിലാക്കാമെന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. അപ്പൊ ഏതായാലും ശരി, ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പിശാച് ആ ഖുർആൻ പാരായണത്തിന്റെ മഹത്വം കളഞ്ഞു കുളിക്കുന്ന വസ്വാസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി മുൻകരുതലുകൾ എടുക്കണമെന്നാണ് ഈ ആയത്തിന്റെ പിന്നെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതേപോലെ തന്നെ എല്ലാ മഹാന്മാരും അതാണ് നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പിശാചിൽ നിന്ന് കാവൽ നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാം.